മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സം, അതായത് രണ്ട് സംഖ്യകളുടെ തുക, അവയുടെ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. അതായത് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി, എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി എന്ന്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ഡിഫറൻസ്, വ്യത്യാസങ്ങളുടെ ഗുണനം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, മറ്റ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം, അപ്പോൾ ഇവ തമ്മിലുള്ള ഗുണനമാണ്, അവയുടെ പ്രോഡക്റ്റാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് അതിലേക്ക് കടക്കാം. 98 ഇൻറ്റു 15 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 98നെ നമുക്ക് എങ്ങനെ എഴുതാം? 100-ൽ നിന്ന് 2 കുറയ്ക്കുന്നതാണ് 98. നമ്മൾ തൊട്ട് മുമ്പുള്ള ചെയ്തതിലെല്ലാം 102 ആണെങ്കിൽ 100 പ്ലസ് 2 എന്ന് എഴുതി. ഇവിടെ 98 ആണ്. അപ്പോൾ 100 മൈനസ് 2 ഇൻറ്റു 15. ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ആയതുകൊണ്ടാണ് 15നെ മാറ്റാത്തത്. അപ്പോൾ നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 15 ഗുണം 100, 15 ഇൻറ്റു 2, 15 ഗുണം 100 അല്ലെങ്കിൽ 100 ഗുണം 15, 2 ഗുണം 15. 15 ഗുണം 100 ചെയ്യാൻ അറിയാലോ. 15ൻ്റെ വലത് സൈഡിൽ 2 0 കൊടുക്കുക. 2 ഇൻറ്റു 15 എന്ന് പറയുന്നത് 30 ആണ്. 1500-ൽ നിന്ന് 30 കുറയ്ക്കുക, 1470. അടുത്തൊരു ഉദാഹരണം 29 ഗുണം 8. ഇപ്പം നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. 29-ന് നമുക്ക് 30 മൈനസ് 1 എന്ന് എഴുതാം. 8-നെ തൽക്കാലം 8 എന്ന് തന്നെ എഴുതിയാൽ മതി. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതിനെയും ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ 30 മൈനസ് 1 ഇൻറ്റു 8. അപ്പോൾ നമ്മളിവിടെ ഗുണിക്കുമ്പോൾ 30 ഇൻറ്റു 8 മൈനസ് 1 ഇൻറ്റു 8. 30 ഇൻറ്റു 8 3 8 24. 240-ൽ നിന്ന് 8 കുറച്ചാൽ മതി. അപ്പോൾ 232 എന്ന് കിട്ടും. അപ്പോൾ അതായത് ഈ ഗുണനത്തിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തുള്ള 10ൻ്റെ ഗുണിതത്തിലേക്ക് മാറ്റുന്നത്. 98നെ 10ൻ്റെ ഗുണിതമായിട്ടുള്ള 100-ലേക്ക് നമ്മൾ മാറ്റി. 29-നെ നമ്മൾ 10ൻ്റെ ഗുണിതമായിട്ടുള്ള 30-ലേക്ക് മാറ്റി. 30-ൽ നിന്ന് 1 കുറയുന്നതാണ് 29. ആ ഒരു ഐഡിയ ആണ് നമുക്കിവിടെ ആവശ്യം. അടുത്ത 26 ഇൻറ്റു 17. അപ്പോൾ നമ്മൾ ഇനി 2നെ ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ 26-നെ നമുക്ക് അടുത്ത് വരുന്ന 10ൻ്റെ ഗുണിതമായിട്ടുള്ള 30 മൈനസ് 4 എന്ന് എഴുതാം. 17-നെ 20 മൈനസ് 3 എന്ന് എഴുതാം. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു ചതുരം വരയ്ക്കുകയാണ്. 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 30 യൂണിറ്റ് നീളവും 20 യൂണിറ്റ് വീതിയുമുള്ള ഒരു ചതുരം. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 30 ഇൻറ്റു 20 ആണ്. പരപ്പളവ് എന്ന് പറയുന്നത് 30 ഇൻറ്റു 20 ആണ്. അപ്പോൾ അതിൽ നിന്ന് ഈ നീളം 30 ആയിട്ടുള്ള ഇതിൽ നിന്ന് 4 കുറച്ചു. അപ്പോൾ ഇത്രയും ഭാഗത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 26 ആണ്. 20-ൽ നിന്ന് 3 കുറച്ചു. അപ്പോൾ ഇത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏരിയ. എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ, ഈ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് 30 ഇൻറ്റു 20. അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. 30 ഇൻറ്റു, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇതാണ് 17, ഇതാണ് 26. അപ്പോൾ ഇത്രയും ഈ ഭാഗത്ത് വരുന്നതിൻ്റെ ഏരിയ ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ 30 ഇൻറ്റു 20 ആയിട്ടുള്ള ടോട്ടലിൽ നിന്ന് ഇത് മൊത്തം നീളം 30 ആണ്. 30-ൽ നിന്ന് 30 ഇൻറ്റു 3 കുറച്ചു. ഇത് ഇത്രയും ഭാഗത്തിൻ്റെ, ഈ പച്ച വരുന്ന ഭാഗത്തിൻ്റെ കുറച്ചു. 30 ഇൻറ്റു 3. അടുത്തത് ഈ നീല വയലറ്റ് കളർ വരുന്ന ആ ഭാഗം, അതിൻ്റെ എത്രയാ? അതിൻ്റെ വീതി എന്ന് പറയുന്നത് 20 ആണ്. സോറി, അതിൻ്റെ ഈ ഭാഗം 20 ആണ്. അതായത് ഈ ഭാഗം 20 ആണ്, ഇത് 4 ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 20 ഇൻറ്റു 4. അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കിയേ, ഈ 30 ഇൻറ്റു 3 ചെയ്തു, 20 ഇൻറ്റു 4 ചെയ്തു. രണ്ടിലും വരുന്ന ഭാഗം ഈ ഭാഗമാണ്. ഈ റോസ് കളറിൽ കാണുന്നതാണ് രണ്ടിലും വരുന്ന ഭാഗം. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം കുറച്ചു, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കുറച്ചു. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം കുറച്ചു? 2 പ്രാവശ്യം കുറച്ചു. അപ്പോൾ അറിയാതെ അല്ല, കുറയ്ക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ഇതിൽ നിന്ന് ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ കുറച്ചു, ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ കുറച്ചു. ശരിക്കും എത്ര പ്രാവശ്യം കുറയ്ക്കേണ്ടുള്ളൂ? ഒരു പ്രാവശ്യം കുറയ്ക്കേണ്ടുള്ളൂ. നമ്മൾ 2 പ്രാവശ്യം കുറച്ചു. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം നമ്മളങ്ങ് കൂട്ടുവാണ്.
ഇപ്പോൾ 2 പ്രാവശ്യം കുറച്ചിട്ട് ഒരു പ്രാവശ്യം കൂട്ടി, 2 പ്രാവശ്യം കുറച്ചിട്ട് ഒരു പ്രാവശ്യം കൂട്ടുമ്പോൾ ശരിക്കും ഒരു പ്രാവശ്യം കുറയുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്ത് വന്നു? 4 × 3 ഒരു പ്രാവശ്യം കൂട്ടണം ഈ റോസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 30 × 20 600, 30 × 3 90, 20 × 4 80, ഇപ്പോൾ പ്ലസ് 12. അത് ചെയ്യുമ്പോൾ 442 എന്ന് കിട്ടും. പിന്നെ നമുക്കിനി ഇത് ഓൾജിബ്ര ഫോം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചതുരം, അതിൻ്റെ നീളം x ആയിട്ടും വീതി ഒരു u ആയിട്ടും എടുക്കാമെന്ന് വെച്ചോ, x u. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? x × u. അതിനെ ഞാൻ എക്സിൽ നിന്ന് y കുറച്ചു, യുവിൽ നിന്ന് v കുറച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ റെഡ് വരുന്ന ഭാഗത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇത് x ആണ്, എക്സിൽ നിന്ന് y കുറച്ചു. വീതി എന്ന് പറയുന്നത് ഇത്രയും ഭാഗം u ആണ്, അതിൽ നിന്ന് v കുറച്ചു. ഈ റെഡ് ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് x - y × u - v ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. xu ഏതാ? ഈ ടോട്ടൽ, ഈ മൊത്തത്തിൻ്റെ ഏരിയ, ഈ x × ഇവിടുന്ന് ഇവിടം വരെ x ആണ്, ഇവിടുന്ന് ഇതേ മുകളിൽ വരെ u ആണ്, xu. അതിൽ നിന്ന് ഈ നീളം x ആണ്, ഈ നീളം കുറച്ചേക്കുന്ന v ആണ്, xv കുറച്ചു, ഈ പച്ച ഭാഗം കുറച്ചു. വീണ്ടും ഈ കടും പച്ച ഭാഗം y × ഈ ഭാഗം y ആണ്, ഈ ഭാഗം എന്താണ്? y ആണ്. എന്താ കുറച്ചേക്കുന്നത്? y × u. ഈ നീളം u ആണ്, y × u കുറച്ചു. അപ്പം നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഭാഗത്തിലും പൊതുവായിട്ട് വരുന്ന ഭാഗമാണ് ഇത്. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം കുറഞ്ഞു? 2 പ്രാവശ്യം കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂട്ടുക. അപ്പോൾ അത് നീല കളറിലുള്ള ഭാഗം ഒരു പ്രാവശ്യം കൂട്ടുക. ഇത്രയും ഓർത്താൽ മതി. നമ്മൾ ആ സമ്മിൻ്റെ പ്രോഡക്റ്റ് കണ്ട പോലെ തന്നെ x × u, x × v, y × u, y × v. x × u, x × -v ആണ്, ഇപ്പോൾ -xv, -y × u, മൈനസും പ്ലസും കൂടെ ഗുണിക്കുമ്പോൾ മൈനസ് ആണ്, -yu, y × v, ഇത് മൈനസാണ്, ഇത് മൈനസാണ്, മൈനസും മൈനസും കൂടെ ഗുണിക്കുമ്പോൾ പ്ലസ്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ പ്രോഡക്റ്റ് ചെയ്ത് നമ്മൾ സമ്മിൻ്റെ പ്രോഡക്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ഒരു ബ്രാക്കറ്റിലുള്ള ഒരു ടേം എടുത്തിട്ട് അടുത്ത ബ്രാക്കറ്റിൽ രണ്ടിനെയും ഗുണിക്കുക. അപ്പോൾ അവിടെ വരുന്ന സൈനും കൂടി നോക്കിയാൽ മതി, മൈനസും പ്ലസും നോക്കിയാൽ മതി. ഒരു ഉദാഹരണത്തിന് 38 × 49. അത് ചെയ്യാൻ വേണ്ടി 38നെ നമുക്ക് 40ൽ നിന്ന് 2 കുറയ്ക്കുന്നതായിട്ടും 50ൽ നിന്ന് 1 കുറയ്ക്കുന്നതായിട്ട് 49 നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 40 × 50 - 40 × 1 -2 × 50, മൈനസും മൈനസും പ്ലസ് 2 × 1. 40 × 50 എന്ന് പറയുന്നത് 4 × 5 20, 2000, -40 -100 പ്ലസ് 2. അതായത് 2000ൽ നിന്ന് 140 കുറയ്ക്കുക. 100 കുറയ്ക്കണം, 40 കുറയ്ക്കണം. അപ്പോൾ എത്ര കുറയ്ക്കണം? 140 കുറയ്ക്കുക, അതിൻ്റെ കൂടെ 2 കൂട്ടുക. അപ്പോൾ 1862 എന്ന് ഉത്തരം കിട്ടും. ഇനി 47 × 99. 47നെ നമുക്ക് 50 - 3 എന്ന് എഴുതാം, 99ന് 100 - 1 എന്ന് എഴുതാം. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ 50 × 100, 50 × 1 -3 × 100, മൈനസ് മൈനസ് പ്ലസ് 3. അപ്പോൾ 50 × 100 എന്ന് പറയുന്നത് 5000 ആണ്. 5000ൽ നിന്ന് 350 കുറയ്ക്കണം, പിന്നെ ഒരു 3 കൂട്ടണം. അതിന് വേണ്ടിയിട്ടാണ് 5000 3, 5003ൽ നിന്ന് 350 കുറയ്ക്കുക. ഉത്തരം കിട്ടും 9.5 × 19.5. 9.5 നമുക്ക് എങ്ങനെ എഴുതാം? 10 - 1/2 ×
20 മൈനസ് അര. അപ്പോൾ അത് ഗുണിച്ച് കഴിയുമ്പോൾ 10 ഇൻറ്റു 20 മൈനസ് 10 ഇൻറ്റു അര മൈനസ് അര ഇൻറ്റു 20 പ്ലസ് അര ഇൻറ്റു അര. അപ്പോൾ 10 ഇൻറ്റു 20 200 വരും. അര 10ൻ്റെ പകുതി 5, 20ൻ്റെ പകുതി 10 പ്ലസ് 4. 200-ൽ നിന്ന് 15 കുറച്ചു 185 കാൽ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യണം. നമ്മൾ ആദ്യ ഭാഗം പ്ലസിൻ്റെ, അതായത് തുകയുടെ ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടെ മൈനസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചിഹ്നം മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ.